ഗുഡ് മോർണിംഗ് ടു ഓൾ. ഇനി നമ്മൾ പ്രോബ്ലം ചെയ്ത് തുടങ്ങുവാണ്. ലിക്വിഡേറ്റേഴ്സ് ഫൈനൽ സ്റ്റേറ്റ്മെൻറ്റ്സ് ഓഫ് അക്കൗണ്ട്. അതായത് നമുക്കറിയാം ലിക്വിഡേറ്ററുടെ മെയിൻ ജോലി എന്ന് പറയുന്നത് എന്താണ്? കമ്പനിയുടെ അസറ്റ്സ് എല്ലാം കളക്ട് ചെയ്യുക. ദെൻ അതിനുശേഷം എന്താണ്, ആ അസറ്റ്സ് കളക്ട് ചെയ്ത് അസറ്റ്സ് റിയലൈസ് ചെയ്ത് ആ കിട്ടുന്ന എമൗണ്ട് ഉപയോഗിച്ചുകൊണ്ട് ലയബിലിറ്റീസ് പേ ചെയ്യുക. അപ്പം ഈ ഒരു പർപ്പസിന് വേണ്ടി എന്താണ്, ലിക്വിഡേറ്റർ ഓരോ റെസീപ്റ്റ്സും പേയ്മെൻറ്റ്സും ക്യാഷ് ബുക്ക് അല്ലെങ്കിൽ റെസീപ്റ്റ്സും പേയ്മെൻറ്റ്സും റെക്കോർഡ് ചെയ്യാൻ വേണ്ടി ലിക്വിഡേറ്റർ ക്യാഷ് ബുക്ക് മെയിൻറ്റെയിൻ ചെയ്യുന്നുണ്ട്. അതായത് വോളണ്ടറി വൈൻഡിങ് അപ്പിൻ്റെ കേസിലാണെങ്കിൽ കമ്പനിക്കും, കമ്പൽസറി വൈൻഡിങ് അപ്പിൻ്റെ കേസിലാണെങ്കിൽ കോർട്ടിനും ഈ ലിക്വിഡേറ്റർ ക്യാഷ് ബുക്കിൻ്റെ ഒരു അബ്സ്ട്രാക്റ്റ് എന്ത് ചെയ്യണം, സബ്മിറ്റ് ചെയ്യണം. നമുക്കറിയാം ക്യാഷ് ബുക്കിൽ നമ്മൾ ഡെയിലി ബേസിസിൽ ക്യാഷ് റെസിപ്റ്റ്സും ക്യാഷ് പേയ്മെൻറ്റ്സും എല്ലാം റെക്കോർഡ് ചെയ്യും അല്ലേ. അതിനുശേഷം ഇതിൻ്റെ ഒരു അബ്സ്ട്രാക്റ്റ് ലിക്വിഡേറ്റർ കമ്പൽസറി വൈൻഡിങ് അപ്പിൻ്റെ കേസിലാണെങ്കിൽ കോടതിക്കും, അതുപോലെ തന്നെ എന്താണ് വോളണ്ടറി ആണെങ്കിൽ കമ്പനിക്കും എന്ത് ചെയ്യണം, സബ്മിറ്റ് ചെയ്യണം. അതുപോലെ തന്നെ ലിക്വിഡേറ്റർ മെയിൻറ്റെയിൻ ചെയ്യേണ്ട ഒരു അക്കൗണ്ടാണ് ലിക്വിഡേറ്റേഴ്സ് ഫൈനൽ സ്റ്റേറ്റ്മെൻറ്റ് ഓഫ് അക്കൗണ്ട്. ആഫ്റ്റർ ദ അഫയേഴ്സ് ഓഫ് ദ കമ്പനി ആർ ഫുള്ളി വൈൻഡ് അപ്പ്. അതായത് കമ്പനി ഫുള്ളായിട്ട് വൈൻഡ് അപ്പ് ചെയ്തതിന് ശേഷം അല്ലെങ്കിൽ അത് ലിക്വിഡേറ്റ് ചെയ്തതിന് ശേഷം ലിക്വിഡേറ്റേഴ്സ് ഫൈനൽ സ്റ്റേറ്റ്മെൻറ്റ് ഓഫ് അക്കൗണ്ട് ഈ ലിക്വിഡേറ്റർ പ്രിപ്പയർ ചെയ്യണം. സോ ആ ലിക്വിഡേറ്റഡ് ഫൈനൽ സ്റ്റേറ്റ്മെൻറ്റ് ഓഫ് അക്കൗണ്ടിൽ പ്രിപ്പയർ ചെയ്യാനാണ് നമ്മൾ പോകുന്നത്. സോ ഒരു അക്കൗണ്ടിലേക്ക് ഡെബിറ്റ് ചെയ്യേണ്ട കാര്യങ്ങൾ അല്ലെങ്കിൽ ഡെബിറ്റ് സൈഡിൽ ഉൾപ്പെടുത്തേണ്ട കാര്യങ്ങൾ, അസറ്റ്സ് റിയലൈസ് ചെയ്ത് കിട്ടിയ എമൗണ്ട്സ്, അതുപോലെ തന്നെ എമൗണ്ട് റിസീവ്ഡ് ഫ്രം ഡെലിക്വൻറ്റ് ഡയറക്ടേഴ്സ് ആൻഡ് അതർ ഓഫീസേഴ്സ് ഓഫ് ദ കമ്പനി, ദെൻ കോൺട്രിബ്യൂഷൻ മെയ്ഡ് ബൈ കോൺട്രിബ്യൂട്ടറീസ്. ഈ കാര്യങ്ങളൊക്കെ നമ്മൾ എന്ത് ചെയ്യണം, അവിടെ ഡെബിറ്റ് ചെയ്യണം. ഇനി ക്രെഡിറ്റ് സൈഡിൽ നമ്മൾ നോർമലി കോസ്റ്റ് ഓഫ് ഫൈൻഡിങ് അപ്പ്, അതുപോലെ തന്നെ ക്രെഡിറ്റേഴ്സിന് കൊടുക്കുന്ന പേയ്മെൻറ്റ്, അതുപോലെ തന്നെ ഷെയർ ഹോൾഡേഴ്സിന് മെമ്പേഴ്സിന് കൊടുക്കുന്ന പേയ്മെൻറ്റ്, ലിക്വിഡേറ്റേഴ്സ് റെമ്യൂണറേഷന്, ഇങ്ങനെയുള്ള കാര്യങ്ങളാണ് നമ്മൾ എന്ത് ചെയ്യുന്നത്, ക്രെഡിറ്റ് ചെയ്യുന്നത്. സോ ഇവിടെയാണ് ഒരു ലിക്വിഡേറ്റേഴ്സ് ഫൈനൽ സ്റ്റേറ്റ്മെൻറ്റ് ഓഫ് അക്കൗണ്ടിൻ്റെ ഒരു ഫോർമാറ്റ് ഒക്കെ കൊടുത്തിട്ടുണ്ട്. ലിക്വിഡേറ്റേഴ്സ് ഫൈനൽ സ്റ്റേറ്റ്മെൻറ്റ് ഓഫ് അക്കൗണ്ട്, നെയിം ഓഫ് ദ കമ്പനി, അതുപോലെ തന്നെ നെയിം ഓഫ് പ്രൊസീഡിങ്സ്, ഡേറ്റ് ഓഫ് കമൻസ്മെൻറ്റ് ഓഫ് ദ വൈൻഡിങ് അപ്പ്, നെയിം ആൻഡ് അഡ്രസ് ഓഫ് ദി ലിക്വിഡേറ്റർ. ഇത് ആ ഒരു സ്റ്റേറ്റ്മെൻറ്റിൻ്റെ കറക്റ്റ് ഫോമാണ് കൊടുത്തിരിക്കുന്നത്. ഇതിലേക്ക് നമുക്ക് വരാം. അതിനു മുമ്പ് നമുക്ക് പ്രോബ്ലംസ് ചെയ്ത് തുടങ്ങാം. പ്രോബ്ലംസ് 1-2 പ്രോബ്ലം ചെയ്ത് കഴിയുമ്പോഴത്തേക്കും നിങ്ങൾക്ക് എന്താണ് ലിക്വിഡേറ്റേഴ്സ് ഫൈനൽ സ്റ്റേറ്റ്മെൻറ്റിൻ്റെ ഒരു സ്ട്രക്ചർ എന്ന് ക്ലിയർ ആകും. അതിനുശേഷം ഫോർമാറ്റിലേക്ക് വരുന്നതായിരിക്കും കുറച്ചും കൂടി എളുപ്പം. അപ്പോൾ നമ്മൾ പറഞ്ഞു ലിക്വിഡേറ്റേഴ്സ് ഫൈനൽ സ്റ്റേറ്റ്മെൻറ്റ് ഓഫ് അക്കൗണ്ടിൽ എന്താണ്, ലിക്വിഡേറ്റേഴ്സിൻ്റെ റെമ്യൂണറേഷനും അതുപോലെ തന്നെ അൺസെക്യൂർഡ് ക്രെഡിറ്റേഴ്സിന് കൊടുക്കാനുള്ള പേയ്മെൻറ്റും എല്ലാം ക്രെഡിറ്റ് ചെയ്യണം. അപ്പം എല്ലാ കേസിലും ലിക്വിഡേറ്റേഴ്സ് റെമ്യൂണറേഷൻ എന്ന് പറഞ്ഞുകൊണ്ട് ഡയറക്റ്റായിട്ട് ക്വസ്റ്റ്യനിൽ തന്നിട്ടുണ്ടാവില്ല. ഡയറക്റ്റായിട്ട് തരാത്ത കേസിൽ നമ്മൾ എന്ത് ചെയ്യണം, ലിക്വിഡേറ്റേഴ്സിൻ്റെ റെമ്യൂണറേഷൻ നമ്മൾ കമ്പ്യൂട്ട് ചെയ്യണം. അപ്പോൾ എങ്ങനെയാണ് ലിക്വിഡേറ്റേഴ്സ് റെമ്യൂണറേഷൻ കമ്പ്യൂട്ട് ചെയ്യുന്നതെന്നാണ് ഇനി നമ്മൾ നോക്കാൻ പോകുന്നത്. സോ ലിക്വിഡേറ്റേഴ്സിന് നോർമലി കമ്മീഷനായിട്ടാണ് കിട്ടുന്നത്. അതായത് അസറ്റ് എത്രമാത്രം റിയലൈസ് ചെയ്തു അതിൻ്റെ പെർസെൻറ്റേജിൽ, അതുപോലെ തന്നെ അൺസെക്യൂർഡ് ക്രെഡിറ്റേഴ്സിന് എത്ര പേ ചെയ്തു. അപ്പം അൺസെക്യൂർഡ് ക്രെഡിറ്റേഴ്സിനെ പേ ചെയ്ത എമൗണ്ടിൻ്റെ ഇത്ര പെർസെൻറ്റേജ് കമ്മീഷനായിട്ട് കൊടുക്കും. അതുപോലെ തന്നെ അസറ്റ് റിയലൈസ് ചെയ്തതിൻ്റെ ഇത്ര പെർസെൻറ്റേജ് കമ്മീഷനായിട്ട് കൊടുക്കും. സോ അങ്ങനെയാണ് കമ്മീഷൻ ആയിട്ടാണ് ലിക്വിഡേറ്റേഴ്സിന് റെമ്യൂണറേഷൻ കിട്ടുന്നത്. സോ നമുക്ക് നോക്കാം. അൺസെക്യൂർഡ് സെയിലിൻ്റെ കേസിലാണെങ്കിൽ സിമ്പിളായിട്ട് ഇത്രയേ ഉള്ളൂ, സെയിലിൻ്റെ ഇത്ര പെർസെൻറ്റേജ്. അപ്പോൾ അസറ്റ് 30 ലക്ഷം രൂപയുടെ അസറ്റ് റിയലൈസ് ചെയ്തു, 2% അസറ്റ് റിയലൈസ് ചെയ്യുന്നതിന് കമ്മീഷനെങ്കിൽ 30 ലക്ഷത്തിൻ്റെ 2%. ഇനി അൺസെക്യൂർഡ് ക്രെഡിറ്റേഴ്സിൻ്റെ കേസിലാണെങ്കിൽ അൺസെക്യൂർഡ് ക്രെഡിറ്റേഴ്സിൻ്റെ കേസിൽ ലിക്വിഡേറ്റേഴ്സ് റെമ്യൂണറേഷൻ കമ്പ്യൂട്ട് ചെയ്യുന്നത് എമൗണ്ട് ഡ്യൂ ടു അൺസെക്യൂർഡ് ക്രെഡിറ്റേഴ്സ് into percentage of the commission divided by 100. ഇനി അൺസെക്യൂർഡ് ക്രെഡിറ്റേഴ്സിന് ഫുള്ളായിട്ട് കൊടുക്കാൻ എമൗണ്ട് ഇല്ല എന്നുണ്ടെങ്കിൽ എമൗണ്ട് അവൈലബിൾ ഫോർ അൺസെക്യൂർഡ് ക്രെഡിറ്റേഴ്സ് ടു പെർസെൻറ്റേജ് ഓഫ് കമ്മീഷൻ ഡിവൈഡഡ് ബൈ 100 പ്ലസ് പെർസെൻറ്റേജ് ഓഫ് കമ്മീഷൻ. സോ ഈ 2 ഇക്വേഷൻസ് ഓർത്തിരിക്കുക. സോ നമുക്ക് എങ്ങനെയാണ് ലിക്വിഡേറ്റേഴ്സിൻ്റെ റെമ്യൂണറേഷൻ കമ്പ്യൂട്ട് ചെയ്യുന്നതെന്നൊരു പ്രോബ്ലത്തിലേക്ക് പോകാം. ഇലൂസ്ട്രേഷൻ 2. A liquidator is entitled to receive remuneration to percentage of the asset realized. അപ്പോൾ എന്താണ്, അസറ്റ് റിയലൈസ് ചെയ്യുന്നതിന് 2% കമ്മീഷന്,
അതുപോലെ തന്നെ 3% ഓഫ് ദ എമൗണ്ട് ഡിസ്ട്രിബ്യൂട്ടഡ് എമോങ് ദ അൺസെക്യൂർഡ് ക്രെഡിറ്റേഴ്സ്. അൺസെക്യൂർഡ് ക്രെഡിറ്റേഴ്സിനെ ഡിസ്ട്രിബ്യൂട്ട് ചെയ്യുന്ന എമൗണ്ടിൻ്റെ 3%. The asset realized rupees 17 lakh against his payment was made as 70 ലക്ഷം രൂപയുടെ അസറ്റ് റിയലൈസ് ചെയ്തു. അത് ആ ഒരു അസറ്റ് റിയലൈസ് ചെയ്ത എമൗണ്ട് ഉപയോഗിച്ചുകൊണ്ട് നടത്തിയ പേയ്മെൻറ്റ്സുമാണ് തന്നിരിക്കുന്നത്. ലിക്വിഡേറ്റേഴ്സ് എക്സ്പെൻസ് 50,000 രൂപ, പ്രിഫറൻഷ്യൽ ക്രെഡിറ്റേഴ്സിന് 1,50,000 രൂപ, സെക്യൂർഡ് ക്രെഡിറ്റേഴ്സിന് 40 ലക്ഷം രൂപ, അൺസെക്യൂർഡ് ക്രെഡിറ്റേഴ്സിന് 30,000 രൂപ. അപ്പോൾ ലിക്വിഡേറ്റേഴ്സ് റെമ്യൂണറേഷൻ ആണ് കമ്പ്യൂട്ട് ചെയ്യാൻ പറഞ്ഞിരിക്കുന്നത്. ആദ്യം പറഞ്ഞിരിക്കുന്നത് അസറ്റ് റിയലൈസ് ചെയ്തതിൻ്റെ 2%. അപ്പോൾ ലിക്വിഡേറ്റേഴ്സ് കമ്മീഷൻ ഓൺ അസറ്റ് റിയലൈസ്ഡ്. അതിനു മുമ്പ് ശ്രദ്ധിക്കണം, കാൽക്കുലേഷൻ ഓഫ് ലിക്വിഡേറ്റേഴ്സ് റെമ്യൂണറേഷൻ എന്നൊക്കെ പറഞ്ഞു. ലിക്വിഡേറ്റേഴ്സ് റെമ്യൂണറേഷൻ തന്നെ കമ്പ്യൂട്ട് ചെയ്യാൻ ഒരു പ്രോബ്ലം ആണെങ്കിൽ ഹെഡിങ് ഒക്കെ കൊടുത്ത് എഴുതുക. ലിക്വിഡേറ്റേഴ്സ് കമ്മീഷൻ ഓൺ അസറ്റ് റിയലൈസ്ഡ് എന്ന് പറഞ്ഞ് എത്രയാണ്? 70 ലക്ഷം രൂപയുടെ അസറ്റാണ് റിയലൈസ് ചെയ്തത്. സോ 70 ലക്ഷം ഇൻറ്റു 2%, 1,40,000. ദെൻ എന്താണ് എമൗണ്ട് പേ ടു പ്രിഫറൻഷ്യൽ ക്രെഡിറ്റേഴ്സ്. അതായത് നമ്മൾ പ്രിഫറൻഷ്യൽ ക്രെഡിറ്റേഴ്സ് ആരാണെന്ന് പഠിച്ചപ്പോൾ നമ്മൾ പറഞ്ഞായിരുന്നു, അൺസെക്യൂർഡ് ക്രെഡിറ്റേഴ്സിൻ്റെ നേച്ചറിലുള്ളവർ തന്നെയാണ് പ്രിഫറൻഷ്യൽ ക്രെഡിറ്റേഴ്സിന്. അപ്പോൾ ഇവിടെ പ്രിഫറൻഷ്യൽ ക്രെഡിറ്റേഴ്സിന് പ്രത്യേകിച്ച് ഒരു പെർസെൻറ്റേജ് പറയാത്തത് കൊണ്ട് അൺസെക്യൂർഡ് ക്രെഡിറ്റേഴ്സിൻ്റെ കാറ്റഗറിയിലേക്ക് നമുക്ക് പ്രിഫറൻഷ്യൽ ക്രെഡിറ്റേഴ്സിനെ ഉൾപ്പെടുത്താം. സോ പ്രിഫറൻഷ്യൽ ക്രെഡിറ്റേഴ്സിന് എത്രയാണ് കൊടുത്തത്? 1,50,000. സോ അൺസെക്യൂർഡ് ക്രെഡിറ്റേഴ്സിൻ്റെ എത്ര പെർസെൻറ്റേജ് എന്നാണ് പറഞ്ഞിരിക്കുന്നത്? 3%. അപ്പോൾ എന്താണ് 70 ലക്ഷം രൂപ അസറ്റ് റിയലൈസ് ചെയ്തതിനകത്തുനിന്ന് ആദ്യം ലിക്വിഡേഷൻ എക്സ്പെൻസ് ആണ് പേ ചെയ്യുന്നത് അല്ലേ? ലിക്വിഡേഷൻ എക്സ്പെൻസും പേ ചെയ്ത് ആ അസറ്റ് റിലീസ് ചെയ്തതിൻ്റെ കമ്മീഷനും കുറച്ച് കഴിഞ്ഞാലും 1,50,000 രൂപ ഫുള്ളായിട്ട് കൊടുക്കാനുണ്ട്. അപ്പോൾ 1,50,000 ഇൻറ്റു 3/100, അതായത് ഈ ഇക്വേഷനാണ് അല്ലേ? പെർസെൻറ്റേജ് ഓഫ് കമ്മീഷൻ ഡിവൈഡഡ് ബൈ 100, 4,500 എന്ന് കിട്ടും. സോ ഇനി അൺസെക്യൂർഡ് ക്രെഡിറ്റേഴ്സ്. ആദ്യം നമ്മൾ നോക്കേണ്ടത് അൺസെക്യൂർഡ് ക്രെഡിറ്റേഴ്സിന് എത്രയാണ്? 30 ലക്ഷമാണ് അൺസെക്യൂർഡ് ക്രെഡിറ്റേഴ്സ് ഉള്ളത്. അൺസെക്യൂർഡ് ക്രെഡിറ്റേഴ്സിന് കൊടുക്കാനുള്ള സഫീഷ്യൻ്റ് ആയിട്ടുള്ള എമൗണ്ട് ഉണ്ടോ എന്ന് ആദ്യം നോക്കണം. അതിനായിട്ട് നമ്മൾ നോക്കുമ്പം ഫസ്റ്റ് 70 ലക്ഷം രൂപയുടെ അസറ്റാണ് റിയലൈസ് ചെയ്തത്. ആദ്യം നമ്മൾ എന്താ ചെയ്യുന്നത്? ലിക്വിഡേഷൻ എക്സ്പെൻസ് മീറ്റ് ചെയ്യും 50,000. അതിനുശേഷം എന്താണ്? ലിക്വിഡേറ്റേഴ്സ് റെമ്യൂണറേഷൻ നമ്മൾ കമ്പ്യൂട്ട് ചെയ്യുന്നതേ ഉള്ളൂ അല്ലേ? അപ്പോൾ അതവിടെ നിൽക്കട്ടെ. അതിനുശേഷം പ്രിഫറൻഷ്യൽ ക്രെഡിറ്റേഴ്സിന് എത്രയാണ് കൊടുത്തത്? 1,50,000. ദെൻ സെക്യൂർഡ് ക്രെഡിറ്റേഴ്സിന് ഇവിടെ പറയുന്നുണ്ട്, സെക്യൂർഡ് ക്രെഡിറ്റേഴ്സിന് കൊടുത്ത പേയ്മെൻറ്റ് 40 ലക്ഷം. ഇത്രയും കൊടുത്തു. ഇനി അതുപോലെ തന്നെ അസറ്റ് റിയലൈസ് ചെയ്തതിൻ്റെ കമ്മീഷൻ 1,40,000, അതുപോലെ തന്നെ പ്രിഫറൻഷ്യൽ ക്രെഡിറ്റേഴ്സിൻ്റെ കമ്മീഷൻ 4,500. അപ്പോൾ മൊത്തമുള്ള ഈ 70 ലക്ഷത്തിൽ നിന്നും ഇത്രയും എമൗണ്ട് പേ ചെയ്ത് കഴിഞ്ഞു. അതായത് 43,44,500 രൂപയുടെ പേയ്മെൻറ്റ് ഓൾറെഡി നടത്തി കഴിഞ്ഞു, അല്ലെങ്കിൽ അതിനുള്ള പേയ്മെൻറ്റ് നമ്മൾ കൊടുത്തു. അതിൻ്റെ ബാക്കി എത്രയാണ് ഉള്ളത്? 26,55,500. അതായത് അൺസെക്യൂർഡ് ക്രെഡിറ്റേഴ്സിന് മൊത്തം 30 ലക്ഷം രൂപയാണ് കൊടുക്കാനുള്ളത്. ഇനി അവൈലബിൾ ആയിട്ട് എത്രയേ ഉള്ളൂ? 26,85,500 ഉള്ളൂ. കാരണം ഇവർക്കെല്ലാം കൊടുത്തതിന് ശേഷം ആ ഒരു പ്രയോറിറ്റി നോക്കുമ്പം ലിക്വിഡേഷൻ എക്സ്പെൻസ് കൊടുത്തു, പ്രിഫറൻഷ്യൽ ക്രെഡിറ്റേഴ്സിന് കൊടുത്തു, സെക്യൂർഡ് ക്രെഡിറ്റ് നോർമലി നമ്മൾ പറയുമ്പോൾ സെക്യൂർഡ് ക്രെഡിറ്റേഴ്സിന് കൊടുത്തതിന് ശേഷമാണ് അൺസെക്യൂർഡിന് കൊടുക്കേണ്ടത്. വാട്ട് എവർ ഇറ്റ് ഈസ് സഫീഷ്യൻ്റ് ആയിട്ടുള്ള എമൗണ്ട് ഉള്ളത് കൊണ്ടാണ് അങ്ങനെ എഴുതിയത്. ഇല്ലെങ്കിൽ ലിക്വിഡേഷൻ എക്സ്പെൻസ്, സെക്യൂർഡ് ക്രെഡിറ്റേഴ്സ്, പ്രിഫറൻഷ്യൽ ക്രെഡിറ്റേഴ്സ്, കമ്മീഷൻ രണ്ടുപേർക്കും പേ ചെയ്തത്, 2 കേസിലും പേ ചെയ്തത്. കുറച്ച് കഴിഞ്ഞിട്ട് ബാക്കി ഇനി 43,44,500 ഉള്ളൂ. സോറി, അത്രയും പേയ്മെൻറ്റ് നടത്തിയിട്ട് 26,55,500 ബാലൻസ് ഉള്ളൂ. അപ്പം അൺസെക്യൂർഡ് ക്രെഡിറ്റേഴ്സിന് സഫീഷ്യൻ്റ് ആയിട്ട് ഇൻസഫീഷ്യൻ്റ് ആണ് പേയ്മെൻ്റ് എങ്കിൽ ഇതാണ് ഇക്വേഷൻ. എമൗണ്ട് അവൈലബിൾ ഫോർ അൺസെക്യൂർഡ് ക്രെഡിറ്റേഴ്സ്. എത്ര എമൗണ്ട് അവൈലബിൾ? 26,55,500 into percentage of commission 3 divided by 100 plus percentage of commission 100 plus 3, അതായത് 103. എത്രയാണ്? 77,345. അപ്പം മൊത്തം ഈ ഒരു എമൗണ്ട് കോളം കൂട്ടി കഴിയുമ്പോൾ 1,40,000, 4,500, 77,345 കൂട്ടി കഴിയുമ്പം ലിക്വിഡേറ്റേഴ്സ് റെമ്യൂണറേഷൻ എന്ന് പറയുന്നത് എത്രയാണ്? 2,21,845. സോ ഇതാണ് ഇല്ലുസ്ട്രേഷൻ 1. ക്ലിയർ ആയെന്ന് കരുതുന്നു. ഡൗട്ട് ഉണ്ടെങ്കിൽ ചോദിക്കുക.
ഇനി നമ്മൾ വേറെ ഒരു പ്രോബ്ലം ചെയ്യാൻ പോവുകയാണ്. നമ്മളിവിടെ ലിക്വിഡേറ്റേഴ്സ് ഫൈനൽ സ്റ്റേറ്റ്മെൻറ്റ് ഓഫ് അക്കൗണ്ട് ആണ് പ്രിപ്പയർ ചെയ്യാൻ പോകുന്നത്. വളരെ സിമ്പിൾ ആയിട്ടുള്ള ഒരു ലിക്വിഡേറ്റേഴ്സ് ഫൈനൽ സ്റ്റേറ്റ്മെൻറ്റ് ഓഫ് അക്കൗണ്ട് ആണ്. ക്വസ്റ്റ്യനിലേക്ക് നോക്കാം. എന്താണ്? എ ലിമിറ്റഡ് കമ്പനി വെൻ ടു വോളണ്ടറി ലിക്വിഡേഷൻ വിത്ത് ഫോളോയിങ് ലയബിലിറ്റീസ്. ലയബിലിറ്റീസ് വന്നിട്ടുണ്ട് ക്രെഡിറ്റേഴ്സ്, ബാങ്ക് ഓവർ ഡ്രാഫ്റ്റ്, ക്യാപിറ്റൽ, പ്രിഫറൻസ് ഷെയർ ക്യാപിറ്റലും ഉണ്ട്, ഇക്വിറ്റി ഷെയർ ക്യാപിറ്റലും ഉണ്ട്. ഇക്വിറ്റി ഷെയർ ക്യാപിറ്റലിൽ കോൾസ് ഇൻ അരിയർ 2000 ഉണ്ട്. അതുപോലെ തന്നെ ഇക്വിറ്റി ഷെയർ ക്യാപിറ്റൽ 10 രൂപയുടെയാണ്, പ്രിഫറൻസ് ഷെയർ ക്യാപിറ്റലും 10 രൂപയുടെയാണ്. ദെൻ കോൾസ് റിസീവ്ഡ് ഇൻ ആൻറ്റിസിപ്പേഷൻ ഓഫ് കോൾസ്, പ്രിഫറൻസ് ഷെയറിനും ഓർഡിനറി ഷെയർ അതായത് ഇക്വിറ്റി ഷെയറിൻ്റെ എമൗണ്ട് കൊടുത്തിട്ടുണ്ട്. മൊത്തം 2 ലക്ഷം രൂപയാണ് അസറ്റ് റിയലൈസ് ചെയ്തത്. എക്സ്പെൻസ് ഓഫ് ലിക്വിഡേഷൻ 2000 ആണ്. ലിക്വിഡേറ്റേഴ്സ് റെമ്യൂണറേഷൻ 3000 ആണ്. ഈ ഒരു ക്വസ്റ്റ്യനിൽ ഡയറക്റ്റ് ആയിട്ട് ലിക്വിഡേറ്റേഴ്സ് റെമ്യൂണറേഷൻ തന്നിട്ടുണ്ട്. നമ്മൾ എന്ത് ചെയ്യേണ്ട കാര്യമില്ല, കമ്പ്യൂട്ട് ചെയ്യേണ്ട കാര്യമില്ല. സോ നമ്മളിനി ലിക്വിഡേറ്റേഴ്സ് ഫൈനൽ സ്റ്റേറ്റ്മെൻറ്റ് ഓഫ് അക്കൗണ്ട് പ്രിപ്പയർ ചെയ്യുവാണ്. അപ്പോൾ ലിക്വിഡേറ്റേഴ്സ് ഫൈനൽ സ്റ്റേറ്റ്മെൻറ്റ് ഓഫ് അക്കൗണ്ടിൽ ഡെബിറ്റ് ചെയ്യേണ്ട കാര്യങ്ങൾ, അസറ്റ് റിയലൈസ് ചെയ്തത് ഡെബിറ്റ് ചെയ്യണം, പഠിച്ചു പോവുക. അസറ്റ്സ് റിയലൈസ് ചെയ്തിട്ടുണ്ടെങ്കിൽ ലിക്വിഡേറ്റേഴ്സ് ഫൈനൽ സ്റ്റേറ്റ്മെൻറ്റ് ഓഫ് അക്കൗണ്ടിൽ എന്ത് ചെയ്യണം, ഡെബിറ്റ് ചെയ്യണം. അതുപോലെ തന്നെ കോൾസ് ഇൻ അരിയർ ഉണ്ടെങ്കിൽ കോൾസ് ഇൻ അരിയറും എന്ത് ചെയ്യണം, ലിക്വിഡേറ്റേഴ്സ് ഫൈനൽ സ്റ്റേറ്റ്മെൻറ്റ് ഓഫ് അക്കൗണ്ടിൽ ഡെബിറ്റ് ചെയ്യണം. അപ്പം ഈ 2 കാര്യങ്ങൾ ഇവിടെ എന്ത് ചെയ്തു, ഡെബിറ്റ് ചെയ്തു. ഇനി ചില ക്വസ്റ്റ്യനിൽ മൊത്തം അസറ്റ് റിയലൈസ് ചെയ്തത് ഇങ്ങനെ ഒരു ഓൾ എമൗണ്ട് ആയിട്ട് ആയിരിക്കത്തില്ല കൊടുക്കുന്നത്. ഇൻഡിവിജ്വലായിട്ട് ക്യാഷ് ഇൻ ഹാൻഡ്, പ്ലാന്റ് ആൻഡ് മിഷനറി, അതുപോലെ തന്നെ ഫർണിച്ചർ ആൻഡ് ഫിറ്റിങ്സ്, ഡെപ്റ്റേഴ്സ്, അപ്പോൾ അങ്ങനെ പറഞ്ഞ് ഇൻഡിവിജ്വൽ ആയിട്ടാണ് ഓരോ അസറ്റും കൊടുക്കുന്നതെങ്കിൽ നമ്മളിവിടെ ഇൻഡിവിജ്വൽ ആയിട്ട് ഓരോ അസറ്റും എത്രയാണ് റിയലൈസ് ചെയ്തതെന്ന് കാണിച്ച് ടോട്ടൽ ഔട്ടർ കോളത്തിലേക്ക് കാണിക്കുക. അപ്പം എത്രയാണ് മൊത്തം നമ്മുടെ ഡെബിറ്റ് സൈഡിൽ 2,20,000 ആണ്, 2,02,000 ആണ് കിട്ടിയിരിക്കുന്നത്. ഇനി നമ്മൾ എന്ത് ചെയ്യാൻ പോവാണ്, ക്രെഡിറ്റ് സൈഡിലേക്ക് പോവാണ്. ക്രെഡിറ്റ് സൈഡിൽ ഫസ്റ്റ് പേയ്മെൻറ്റ് നടത്തേണ്ടത് ആർക്കാണ്, ലിക്വിഡേഷൻ എക്സ്പെൻസ് ആണ്. അപ്പം ഈ 2,02,000 നിന്നും ഫസ്റ്റ് ലിക്വിഡേഷൻ എക്സ്പെൻസ് 2,000 എന്ത് ചെയ്തു, പേ ചെയ്തു. ഇനി സെക്കൻഡ് എന്താണ്, ലിക്വിഡേറ്റേഴ്സ് റെമ്യൂണറേഷൻ ആണ് കൊടുക്കേണ്ടത്. അപ്പോൾ 2,02,000 നിന്നും 2,000 ലിക്വിഡേഷൻ എക്സ്പെൻസ് പേ ചെയ്ത് കഴിഞ്ഞാലും ഇനിയും 2,00,000 റുപ്പീസ് ഉണ്ട് അല്ലേ. അപ്പോൾ നമുക്ക് ലിക്വിഡേറ്റേഴ്സ് റെമ്യൂണറേഷൻ 3,000 കൊടുത്തു. ലിക്വിഡേറ്റേഴ്സ് റെമ്യൂണറേഷൻ 3,000 കൊടുത്തതിന് ശേഷം 2,02,000 നിന്നും മൊത്തം 5,000 രൂപ കുറച്ചതിന് ശേഷം ബാക്കി എത്രയുണ്ട്, 1,97,000 ഉണ്ട് അല്ലേ. ഈ 1,97,000 നിന്ന് ബാങ്ക് ഓവർ ഡ്രാഫ്റ്റ് കുറയ്ക്കാം അല്ലേ. ബാങ്ക് ഓവർ ഡ്രാഫ്റ്റ് കുറയ്ക്കാനുള്ള സഫീഷ്യൻ്റ് എമൗണ്ട് ഉണ്ട്. അപ്പം ബാങ്ക് ഓടിയും കുറച്ചു. ബാങ്ക് ഓടിയും കുറച്ച് കഴിഞ്ഞിട്ട് ബാക്കി നമുക്ക് എത്രയുണ്ട്, ഇനിയും 1,77,000 ബാലൻസ് ഉണ്ട്. അപ്പോൾ എന്താണ്, നമുക്ക് ട്രേഡ് ക്രെഡിറ്റേഴ്സിനും പേയ്മെൻറ്റ് ഫുള്ളായിട്ട് കൊടുക്കാം. അപ്പോൾ ട്രേഡ് ക്രെഡിറ്റേഴ്സിനും കൊടുത്തു. ഇനി എന്താണ്, കോൾസ് ഇൻ അഡ്വാൻസ് ഉണ്ട് അല്ലേ. ക്വസ്റ്റ്യനിലേക്ക് നോക്കിയേ, കോൾസ് ഇൻ അഡ്വാൻസ് എന്ന് പറയുന്നത് ഇവിടെ കോൾസ് റിസീവ്ഡ് ഇൻ ആൻറ്റിസിപ്പേഷൻ ഓഫ് കോൾസ് എന്ന് പറഞ്ഞ് 28,000 ഉണ്ട്. അപ്പോൾ കോൾസ് ഇൻ അഡ്വാൻസും കൊടുത്തു. കോൾസ് ഇൻ അഡ്വാൻസും കൊടുത്തു കഴിഞ്ഞിട്ട് എത്രയുണ്ട്, 1,65,000 കോൾസ് ഇൻ അഡ്വാൻസ് കൊടുത്തു കഴിഞ്ഞിട്ട് 1,35,000 നമുക്ക് ഇനിയും ബാലൻസ് ഉണ്ട്. അപ്പോൾ ട്രേഡ് ക്രെഡിറ്റേഴ്സ് കൊടുത്ത് അതുപോലെ തന്നെ കോൾസ് ഇൻ അഡ്വാൻസും കൊടുത്തു. അതായത് ഇത്രയേ ഉള്ളൂ. ഈ 2,20,000 റുപ്പീസിൽ നിന്നും ലിക്വിഡേഷൻ എക്സ്പെൻസും ലിക്വിഡേറ്റേഴ്സ് റെമ്യൂണറേഷനും ബാങ്ക് ഓടിയും ട്രേഡ് ക്രെഡിറ്റേഴ്സും കോൾസ് ഇൻ അഡ്വാൻസും ഇത്രയും കൊടുത്തു. ഇത്രയും കൊടുത്തു കഴിഞ്ഞിട്ട് ഇനി ആർക്കാ, മെമ്പേഴ്സിനുള്ളതാണ്. അപ്പോൾ ഇത്രയും കൊടുത്തു കഴിഞ്ഞിട്ട് ബാലൻസ് ഇനി എത്രയുണ്ട്, 1,37,000 ഉണ്ട്. അപ്പോൾ എന്താണ്, പ്രിഫറൻഷ്യൽ ഷെയർ ഹോൾഡേഴ്സ് എന്ന് പറയുന്നത് 70 ലക്ഷം രൂപയുടെയാണ്. അപ്പോൾ 70 ലക്ഷം നമുക്ക് ഇതിനകത്തുനിന്ന് ഈസി ആയിട്ട് പ്രിഫറൻഷ്യൽ ഷെയർ ഹോൾഡേഴ്സിന് കൊടുക്കാം അല്ലേ. ഇക്വിറ്റിയേക്കാളും പ്രിഫറൻസ് ഉള്ളവരാണ് പ്രിഫറൻസ് ഷെയർ ഹോൾഡേഴ്സ്. ആദ്യം അവർക്ക് എത്രയാണ്, 70,000 രൂപ എന്താണ് അവർക്ക് കൊടുത്തു. ഇനി ഈ 1,37,000 നിന്നും 70,000 കൊടുത്തു. ഇനി ബാക്കി എത്രയേ ഉള്ളൂ, 67,000 ഉള്ളൂ. അപ്പോൾ ശരിക്കും ഇക്വിറ്റി ഷെയർ ഹോൾഡേഴ്സിന് എത്രയാണ് കൊടുക്കേണ്ടത്, 10 രൂപയുടെ 10,000 ഇക്വിറ്റി ഷെയർ ഉണ്ട്, 10 രൂപയുടെ 1 ലക്ഷമാണ്. ബട്ട് ഇവിടെ എന്താണ്, 67,000 ഉള്ളൂ. അപ്പോൾ 67,000 കാണിക്കുക. അപ്പം ഉള്ളത് 67,000 എത്രയാണ്, ഒരു 10 രൂപയുടെ ഷെയർ ആയിട്ട് 6.70. 10 രൂപയുടെ ഷെയർ അല്ലേ, അപ്പം 10 കൊണ്ട് ഡിവൈഡ് ചെയ്യുക, ഒരു ഷെയറിന് 6.70 എന്ന രീതിയിൽ കിട്ടും. അപ്പം ഈ ഒരു പ്രോബ്ലം ക്ലിയർ ആയെന്ന് ഞാൻ കരുതുന്നു. വളരെ സിമ്പിൾ ആയിട്ടുള്ളൊരു പ്രോബ്ലമാണ്. ആദ്യം നമ്മൾ ഡെബിറ്റ് സൈഡിലേക്ക് നോക്കുക. ഡെബിറ്റ് സൈഡിൽ എത്രയുണ്ട്, 2,20,000. ഇത് വെച്ചാണ് നമ്മളിവിടെ പേയ്മെൻറ്റ്സ് നടത്തുന്നത്. പേയ്മെൻറ്റ്സ് നടത്തുമ്പോൾ
അവൈലബിൾ ബാലൻസ് എമൗണ്ട് ഉണ്ടോ എന്ന് ചെക്ക് ചെയ്ത് ചെയ്യുക. ഓക്കെ. ഇലൂസ്ട്രേഷൻ 4 ആണ് അടുത്തത് വരുന്നത്. അത് നമുക്ക് അടുത്ത ക്ലാസ്സിൽ ഡിസ്കസ് ചെയ്യാം. താങ്ക് യു.